ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് നമ്മളൊരു ചാനൽ ലോഗോ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോഗോ വേണമെങ്കിൽ ലോഗോ സിമ്പിളായിട്ട് നമ്മൾ മൊബൈൽ ഫോണിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ക്യാൻവ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. എൻ്റെ ഫോണിലപ്പോൾ ഓൾറെഡി അത് ഡൗൺലോഡഡ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു പേജിൽ സെർച്ച് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്. ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ലോഗോ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് യൂട്യൂബ് ലോഗോ എന്നൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അടിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഗോസ്, ഏതാണോ കാറ്റഗറി വേണ്ട അതിനനുസരിച്ചുള്ള പല തരത്തിലുള്ള ലോഗോസ് അവിടെ ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ട് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ സെർച്ച് ബാറിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾ കാറ്റഗറി സ്റ്റൈൽ എന്ന് പറയുന്ന 2 ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ്, ഇപ്പോൾ ചാനൽ ലോഗോ അങ്ങനെ ഏതാണ് കാറ്റഗറി എന്നുള്ളത് വരും. സ്റ്റൈലാണെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്കിനനുസരിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഏത് ടൈപ്പാണ് നിങ്ങൾക്ക്, ഇപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഏതാണ്, ഇപ്പോൾ ഫിറ്റ്നസ് ആണെങ്കിൽ ഫിറ്റ്നസ്സിൻ്റെ ടൈപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷനിലാണ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിലേതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിലിപ്പോൾ ഫിറ്റ്നസ് ചൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫിറ്റ്നസ് ഞാൻ ചൂസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഇടയിൽ പല ടൈപ്പ് ലോഗോസ് ഫിറ്റ്നസ്സിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എനിക്ക് ഇഷ്ടമായ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ചൂസ് ചെയ്ത ഈ ഒരു ലോഗോ ആണ്. എനിക്കിനി ഇതിൽ ഫോണ്ട്, ഇപ്പോൾ ഹാങ് ഓവർ ചാനൽ എന്ന് പറയുന്ന ആ ചാനലിൻ്റെ നെയിം എനിക്ക് മാറ്റണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കാണാൻ പറ്റുന്ന എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ എഡിറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ചാനലിൻ്റെ നെയിം എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഷേപ്പിനനുസരിച്ച് തന്നെ അതേ രീതിയിൽ തന്നെ അവിടെ അത് ഫിറ്റ് ചെയ്ത് വരും. എനിക്കിപ്പോൾ ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് മാറ്റിയിട്ട് വേറെ പല കളേഴ്സ് ആക്കാം. ഇപ്പോൾ റെഡ് ആക്കാം, വൈറ്റ് ആക്കാം. അപ്പോൾ അവിടെ ജസ്റ്റ് കൊടുത്തിരിക്കുന്ന കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് കളേഴ്സ് മാറ്റാം. ഈവൻ കളർ പിക്കർ ടൂളുണ്ട്, അതിൽ നമുക്ക് കളർ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എനിക്കിനി ഇപ്പോൾ ഡംബൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഷേപ്പില്ലേ, ആ ഒരു സർക്കിളിൻ്റെ ആ പച്ച കളർ മാറ്റിയിട്ട് എനിക്ക് വേറൊരു കളറാക്കണം. അപ്പോൾ ജസ്റ്റ് അവിടെ നിൽക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, കളർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ആ ഫോണ്ട് എനിക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ, ഇപ്പോൾ ജിം ട്രെയിനിങ് അതെനിക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ നമ്മൾ ഫോൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ഫോൺസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ അത് നമുക്ക് ജസ്റ്റ് അതിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ആ ടൂൾ ബാറിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളുടെ ഫോട്ടോ, അതായത് ഗാലറിയിൽ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ആ ടെക്സ്റ്റുകൾ ഡാർക്ക്നെസ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് അവിടെ ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇനി അവിടെ മുകളിൽ ആ നീല കളർ കൊടുത്താൽ അവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഡൗൺലോഡിൽ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതെ സേവ് ആസ് ഇമേജ് എന്ന് പറഞ്ഞു വരും. അത് എന്നിട്ട് നമ്മളുടെ ഗാലറിയിലേക്ക് ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നമുക്കിനി വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. നമുക്കൊരു ഡ്രസ് ഷോപ്പിന് പറ്റി അങ്ങനത്തെ ഒരു ടൈപ്പ് ലോഗോസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ലോഗോസ് ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയാൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു ലോഗോ നമുക്ക് സെലക്ട് ചെയ്യാം. എനിക്കിതിൽ കളേഴ്സൊക്കെ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ നെയിം മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ജസ്റ്റ് നെയിമുമ്പോൾ നമ്മൾ എഡിറ്റ് ഓപ്ഷൻ ഞെക്കുക. എന്നിട്ട് എനിക്ക് എന്താണ് നെയിം വേണ്ടത്, അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്പേസൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിത് എൻ്റെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കപ്പോൾ ഇത് ലാസ്റ്റ് നമ്മളെ ഗാലറിയിലേക്ക് അപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ ലോഗോ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ വലിയൊരു പരിപാടി ഒന്നുമല്ല. അപ്പോൾ ഗ്രാഫിക് ഡിസൈനേഴ്സിന് മാത്രം പറ്റും അങ്ങനെയല്ല. ബിക്കോസ് ഇവിടെ ഓൾറെഡി നമുക്ക് ലോഗോസ് ഉള്ളത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പ് മാത്രം മതി. മിക്കവരും ഇപ്പോൾ എന്താ പറയുക, പുറത്തേക്ക് വർക്ക് കൊടുത്തിട്ടാണ് ഈ ലോഗോസ് ചെയ്യിപ്പിക്കാറ്. പക്ഷേ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ലോഗോ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.